Radio Line News Update. Brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. UK വെയിൽസിലെ NHSൽ രജിസ്ട്രേഡ് മെന്റൽ ഹെൽത്ത് നഴ്സ് തസ്തികയിലേക്കുള്ള ഒഴിവുകൾക്ക് നോർക്ക റൂട്ട്സ് മുഖേന അപേക്ഷകൾ ക്ഷണിച്ചു. സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് നടത്തുന്ന റിക്രൂട്ട്മെന്റ് പൂർണ്ണമായും സൗജന്യമായിരിക്കും. അപേക്ഷകർ BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM യോഗ്യതയുള്ളവരായിരിക്കണം. കൂടാതെ IELTS OET UK സ്കോർ കരുതുകയും മെന്റൽ ഹെൽത്ത് വിഭാഗത്തിൽ CBT പൂർത്തിയാക്കിയവരുമായിരിക്കണം. നിലവിൽ മാനസികാരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും കുറഞ്ഞത് 12 മാസത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. 2026 മാർച്ച് അവസാനം വരെ എല്ലാ രേഖകൾക്കും സാധ്യതയുണ്ടായിരിക്കണം. അപേക്ഷകൾ 2025 ഒക്ടോബർ 5 മുമ്പായി UK.NHS.Norca@kerala.gov.in എന്ന മെയിൽ വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ്. ബയോഡാറ്റ, IELTS അല്ലെങ്കിൽ OET സ്കോർ കാർഡ്, യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകൾ ഉൾപ്പെടുത്തണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലണ്ടൻ മേയർ സാദിഖ് ഖാനും തമ്മിലുള്ള പതിറ്റാണ്ട് പഴക്കമുള്ള വാക്പോരിന് വീണ്ടും തീവ്രതയേറുകയാണ്. ഇരുവരും ഒരിക്കൽ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പരസ്പര വിമർശനങ്ങൾ തുടർച്ചയാണ്. ഏറ്റവും ഒടുവിൽ ന്യൂയോർക്കിൽ നടന്ന UN ജനറൽ അസംബ്ലി വേദിയിലാണ് ട്രംപ് സാദിഖിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. ബ്രിട്ടനിൽ ചാൾസ് രാജാവിന്റെ അതിഥിയായി ഔദ്യോഗിക സന്ദർശനം നടത്തിയതിന് പിന്നാലെ 48 മണിക്കൂർ തികയും മുമ്പാണ് ട്രംപ് ലണ്ടൻ മേയർക്കെതിരെ വിമർശനം നടത്തിയത്. കഴിവുകെട്ട മേയറാണ് സാദിഖ് ഖാൻ എന്നും ബ്രിട്ടനിൽ ശരീഅത്ത് നിയമം നടപ്പിലാക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയാണെന്നും ട്രംപ് ആരോപിച്ചു. ലണ്ടനിൽ 3 ദിവസം ഉണ്ടായിട്ടും ട്രംപ് പങ്കെടുത്ത പരിപാടികളിൽ സാദിഖ് ഖാൻ പങ്കെടുക്കാതിരിക്കുകയും അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്തതിൽ വൈരാഗ്യം പ്രകടിപ്പിച്ചതായിരുന്നു ട്രംപിന്റെ പരാമർശങ്ങൾ. എന്നാൽ ട്രംപിന്റെ വിമർശനങ്ങൾ മേയർ സാദിഖ് ഖാനും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ മറുപടി നൽകി. വംശീയവരീയനും ലിംഗവിവേചകനും മുസ്ലിം വിരുദ്ധനുമാണ് ട്രംപ് എന്നായിരുന്നു സാദിഖ് ഖാന്റെ പ്രതികരണം. വിവിധ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന തന്ത്രവും പുരോഗമനകരമായ ഭരണം നടത്തുന്നയാളാണ് താനെന്നും ട്രംപിന്റെ തലയിൽ വാടകയില്ലാതെ താമസിക്കുന്ന ആളാണ് താനെന്നും അദ്ദേഹം പരിഹസിച്ചു. UK ജനതയിൽ വലിയൊരു വിഭാഗം സാമൂഹിക ആനുകൂല്യങ്ങൾ ആശ്രയിക്കുന്നതായും കൂടുതൽ ആളുകൾക്ക് ബെനിഫിറ്റുകൾ കൈമാറുവാൻ ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഉത്കണ്ഠയും മൂഡ് സംബന്ധമായ പ്രശ്നങ്ങളും മൂലം വികലാംഗ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരുടെ എണ്ണം റെക്കോർഡ് തലത്തിൽ എത്തിയിരിക്കുകയാണ്. പ്രതിദിനം 250 പേർക്ക് പുതിയ ആനുകൂല്യങ്ങൾ ലേബർ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഓരോ ദിവസവും ശരാശരി 250 പേർക്ക് പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പേയ്മെന്റ് ആനുകൂല്യവും നൽകപ്പെടുന്നു. ജൂലൈ മാസത്തിൽ മാത്രം ഉത്കണ്ഠയെയും മാനസിക പ്രശ്നങ്ങളെയും അടിസ്ഥാനമാക്കി PIP ക്ലെയിം ചെയ്യുന്നവരുടെ എണ്ണം ഏകദേശം 6.5 ലക്ഷമായി. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം 44,000 പേർ പുതുതായി പട്ടികയിലേക്ക് ചേർന്നതായും കണക്ക് പറയുന്നു. ജോലി ചെയ്യുന്നതിനും ലാഭം, ബെനിഫിറ്റ് വ്യവസ്ഥയിൽ ആശങ്ക. സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് തയ്യാറാക്കിയ പുതിയ റിപ്പോർട്ടിൽ 2026 ആകുമ്പോൾ മിനിമം വേതനത്തിൽ ജോലി ചെയ്യുന്നവരെക്കാൾ 2,500 പൗണ്ട് വരെ അധികം നേട്ടം ബെനിഫിറ്റ് വഴി ലഭിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രോഗികളുടെ ബാഹുല്യം മൂലം NHS വീർപ്പുമുട്ടുകയാണ്. സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുവാൻ NHS നഴ്സുമാരുടെ സേവനവും അനിവാര്യമാണ്. എന്നാൽ രോഗികളുടെ ഡിമാൻഡിന് അനുസൃതമായി നഴ്സുമാരുടെ എണ്ണം വർദ്ധിക്കുന്നുമില്ല. കുടിയേറ്റക്കാരായ നഴ്സുമാരാണ് ഒരു പരിധിവരെ സേവനങ്ങൾ പിടിച്ചു നിർത്തുന്നത്. എന്നാൽ രാജ്യത്ത് ക്വാളിഫൈ ചെയ്യുന്ന നഴ്സുമാർ മേഖല മാറി പോവുകയാണ് എന്ന് പറയപ്പെടുന്നു. പുതുതായി യോഗ്യത നേടുന്ന നഴ്സുമാരിൽ നല്ലൊരു ഭാഗവും ഹോസ്പിറ്റലുകൾക്ക് പകരം ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ലഭ്യമായ ജോലികളുടെ കടുത്ത ക്ഷാമമാണ് ഇതിലേക്ക് നയിക്കുന്നതെന്നാണ് പറയുന്നത്. അതേസമയം ദേശീയ തലത്തിൽ നഴ്സുമാരുടെ ക്ഷാമം നേരിടുകയും ചെയ്യുന്നു. രോഗികളുടെ ആവശ്യത്തിനൊപ്പം നിൽക്കുന്ന തോതിൽ നഴ്സുമാരില്ലെന്നാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഈ മാസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. 81% നഴ്സുമാരാണ് ആവശ്യത്തിന് ജോലിക്കാരില്ലാതെ സേവനം നൽകുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. 34,000 വേക്കൻസികൾ വിവിധ ഭാഗങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്നുവെന്നാണ് കണക്ക്. ഇനി നാട്ടിലെ വാർത്തകൾ. കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനം വിട്ടുനൽകണമെന്നും പിടിച്ചെടുത്ത നടപടി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ. എല്ലാ നടപടികളും പൂർത്തിയാക്കിയതാണ് താൻ വാഹനം സ്വന്തമാക്കിയത്. എന്നാൽ രേഖകൾ പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ കസ്റ്റംസ് വാഹനം കസ്റ്റഡിയിലാക്കുകയായിരുന്നുവെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ദുൽഖർ ആരോപിച്ചത്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിന്റെ ഭാഗമെന്ന നിലയിൽ കഴിഞ്ഞ ദിവസമാണ് ദുൽഖർ സൽമാന്റെ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള 2004 മോഡൽ ലാൻഡ് റോവർ ഡിഫൻഡർ കസ്റ്റംസ് പിടിച്ചെടുത്തത്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനത്തിന്റെ ലാൻഡിംഗ് വൈകി. റൺവേ കാണാനാകാതെ വന്നതോടെ കുവൈത്ത് എയർവേസിന്റെ വിമാനമാണ് ഇറങ്ങാൻ വൈകിയത്. ഇന്ന് രാവിലെ 5:45 ഇറങ്ങേണ്ടിയിരുന്ന വിമാനം 1 മണിക്കൂർ വൈകി മാത്രമാണ് ലാൻഡിംഗ് നടത്തിയത്. കനത്ത മഴ മൂലം പൈലറ്റിന് റൺവേ കാണാനാകാത്ത സ്ഥിതി ഉണ്ടായതോടെ എയർ ട്രാഫിക് കൺട്രോളിന്റെ നിർദ്ദേശപ്രകാരം ആകാശത്ത് നിന്ന് വട്ടമിട്ട് പറക്കുന്നത് തുടർന്നു. 1 മണിക്കൂറോളം വൈകി ഇറങ്ങിയ വിമാനം പിന്നീട് കുവൈറ്റിലേക്ക് തിരിച്ചുപോയി. കേരളത്തിന് എയിംസ് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ 11 സ്ഥലം കൊടുക്കാമെന്ന് മന്ത്രി സജി ചെറിയാൻ. മന്ത്രി എന്ന നിലയിലും പാർട്ടി ഭാരവാഹി എന്ന നിലയിലും പറയുന്നതാണ് കേരളത്തിന് ആദ്യം എയിംസ് അനുവദിക്കൂ. കേരളത്തിനോടുള്ള നീതി നിഷേധമാണ് ഇതുവരെ എയിംസ് അനുവദിക്കാത്തതെന്നും അരുക്കുറ്റിയിൽ പെരിയാർ സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം ചടങ്ങിന് ശേഷം സംസാരിക്കവേ സജി ചെറിയാൻ പറഞ്ഞു. 200 അല്ല, അതിൽ കൂടുതൽ ഏക്കർ തരാനും തയ്യാറാണ്. സുരേഷ് ഗോപി തട്ടുപൊളിപ്പൻ രാഷ്ട്രീയം കളിക്കുകയാണ്. ആത്മാർത്ഥത ഉള്ളതുകൊണ്ടല്ല, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് സുരേഷ് ഗോപിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി കായിക വാർത്തകൾ.
തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇന്നലെ റിട്ടയർ ഹാർട്ടായി ഡഗ്ഔട്ടിലേക്ക് മടങ്ങിയ KL രാഹുൽ ഇന്ന് ക്രീസിലേക്ക് തിരിച്ചെത്തിയത് വർദ്ധിത ഊർജ്ജത്തോടെയാണ്. ആ പോരാട്ട വീര്യത്തിൽ രാഹുൽ ബാറ്റ് വീശിയപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങിയത് ഓസ്ട്രേലിയ പടുത്തുയർത്തിയ റൺമലയും. KL രാഹുലും സായ് സുദർശന്റെയും കിടിലൻ സെഞ്ചുറികളും ക്യാപ്റ്റൻ ധ്രുവ് ജുറേലിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും ബലത്തിൽ ഓസ്ട്രേലിയ എക്കെതിരെ അനൌദ്യോഗിക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ എക്ക് മിന്നും ജയം. ഓസ്ട്രേലിയ ഉയർത്തിയ 412 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഇന്ത്യ 5 വിക്കറ്റിനാണ് ജയിച്ചത്. ചതുർദിന മത്സരത്തിന്റെ അവസാന ദിവസമാണ് കൂറ്റൻ ലക്ഷ്യം ഇന്ത്യ കടന്നത്. 2ാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് എന്ന നിലയിൽ 4ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ മാനവ് സുധാറിനെ നഷ്ടമായി. പിന്നാലെയാണ് ഇന്നലെ പരിക്കേറ്റ് മടങ്ങിയ KL രാഹുൽ ക്രീസിലേക്ക് തിരിച്ചെത്തിയത്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം എപ്പോഴും വൈകാരികമാണ്. പ്രത്യേകിച്ച് ആരാധകർക്ക് ഒരു കായിക മത്സരത്തിനുള്ളതിനേക്കാൾ ഉപരിയായിട്ടുള്ള രാഷ്ട്രീയ മാനങ്ങൾ തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം. ഇപ്പോൾ സൂപ്പർ 4 മത്സരത്തിൽ ബംഗ്ലാദേശിനെ വീഴ്ത്തി ഇന്ത്യയും പാകിസ്ഥാനും കലാശപ്പോരിട്ടത്തിന് യോഗ്യത നേടിയതോടെ ഏഷ്യ കപ്പ് സൂപ്പർ ഫൈനലിലാണ് കളമൊരുങ്ങുന്നത്. മാത്രമല്ല രാജ്യത്തെ ഇടവേളകളിൽ 3ാമതൊരു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിന് കൂടിയാണ് വേദിയൊരുങ്ങുന്നത്. ഇതോടെ ഇരുപക്ഷത്തെയും ആരാധകരും ആവേശത്തിലാണ്. ടൂർണമെന്റിൽ ഇതിനു മുമ്പ് തന്നെ 2 തവണ പാകിസ്ഥാൻ ഇന്ത്യ തോൽപ്പിച്ചിരുന്നു. ഇതിന് ഫൈനലിൽ മറുപടി നൽകുവാൻ ഉറപ്പിച്ചാകും പാകിസ്ഥാൻ എത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയെ തോൽപ്പിക്കുമെന്നാണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഗ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 118.46 രൂപ. ഇതൊരുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio